എല്ലാവർക്കും മലയാളി കപ്പിൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോയ മഞ്ചൂരിയൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ സൈസിലുള്ള സോയാബീനാണ് എടുത്തിരിക്കുന്നത്. അതൊരു 15 മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട ശേഷം നല്ലപോലെ കഴുകിയെടുത്തതാണ്. അതുപോലെ ചൂടുവെള്ളത്തിൽ മുക്കിയിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റായിട്ട് കിട്ടും. നിങ്ങളുടെ വലുതാണുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് എടുക്കുക, ചെറുതായിട്ട് മുറിച്ച് അതിനുശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ലപോലെ വെള്ളം പിഴിഞ്ഞിട്ടായിരിക്കണം നമ്മളത് പാത്രത്തിലോട്ട് മാറ്റേണ്ടത്. അതിനുശേഷം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കുക, ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് വേണ്ടത് ടൊമാറ്റോ സോസാണ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസോട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഞാനിവിടെ സ്പ്രിങ്കിൾ ചെയ്യുന്നത് നമ്മുടെ പെപ്പർ പൗഡറാണ്, ബ്ലാക്ക് പെപ്പർ പൗഡർ. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പ്, പിന്നെ കളറിന് വേണ്ടിയിട്ടാണ് ഇവിടെ എരിയില്ലാത്ത മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു കാരണവശാലും ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം സോയാബീനിൽ പിന്നെയും കുറച്ച് വെള്ളം കാണും. അപ്പോൾ അത് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിന് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ടില്ലെങ്കിലും ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല, പക്ഷെ അപ്പം ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം ഓരോന്നായിട്ട് ഇടുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. പിന്നെ 2-3 എണ്ണമായിട്ട് ഇട്ടാലും മതി. അതിനുശേഷം ഇതെല്ലാം നമുക്ക് നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം ഇട്ടിട്ട് ഇത് നല്ലപോലെ വറുത്ത് കോരി ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം സവാള ഇതിപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളൂ. സവാള തീരാറായിരുന്നു, അതുകൊണ്ട് എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്തിട്ട് പകുതി മാറ്റി വയ്ക്കാം. ഒരു 2 സവാള എടുക്കുകയാണെങ്കിൽ 1 സവാള ആദ്യം ചേർക്കാം, എന്നിട്ട് അത് ഉപ്പോട് ചേർത്ത് നല്ലപോലെ വഴറ്റാം. അതുപോലെ 1 സവാള എടുത്തിട്ട് സ്ക്വയർ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ച് മാറ്റി വയ്ക്കണം. ഇപ്പം ചേർക്കരുത്, അത് ലാസ്റ്റ് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇപ്പം നമ്മൾ ചേർത്ത സവാളയും ഇച്ചിരി ഉപ്പോടെ ചേർത്തിട്ട് നല്ലപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതൊരു ബ്രൗൺ കളർ ആകണം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുന്ന ആ ഒരു പരുവത്തരുത്, ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തക്കാളിയും കൂടെ ചേർത്തിട്ട് തക്കാളിയും ക്യൂബ് രൂപത്തിൽ വേണം അരിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതോട് ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. മൂടി വെച്ചിട്ട് വേണമെങ്കിലും വേവിക്കാം. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, തക്കാളിയുടെ വെള്ളം കൊണ്ട് തന്നെ അത് വേവും. ചെറുതായിട്ട് തക്കാളി ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം നമുക്ക് പാതി ക്യാപ്സിക്കം, ഒരിക്കലും ഫുൾ ക്യാപ്സിക്കം ആദ്യമേ ഇട്ട് കൊടുക്കരുത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല, ഒരു 3/4 ക്യാപ്സിക്കമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ പാതി ഞാൻ വെച്ചിട്ടുണ്ട്, പാതി ഞാൻ നല്ലപോലെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നല്ലപോലെ അതിനകത്തൊന്ന് വഴണ്ട് വരണം. അതിനുശേഷമാണ് നമുക്കിനി അടുത്ത സോസുകളും പൊടിയും ചേർക്കേണ്ടത്. ഇവിടെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ എരിയില്ലാത്ത മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനകത്തോട്ട് നല്ല ചൂട് വെള്ളം എത്രയായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഗ്രേവി അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് കുറുകും. അപ്പം നല്ല തിളച്ച വെള്ളം മാത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം വെള്ളം ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗർ കൂടെ ചേർക്കുക, വൈറ്റ് വിനെഗർ കൂടെ ചേർത്തിട്ട് അതിനകത്തോട്ട് നമുക്കിനി സോസസ് ആഡ് ചെയ്യാം. ഞാൻ റെഡ് ചില്ലി സോസാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതൊരു ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഗ്രീൻ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്, അതും ഒരു 1 ടേബിൾ സ്പൂൺ. സോയാ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്, അതും ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാകും. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സോയാബീൻ ഉണ്ടല്ലോ, അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിനി ഇതിനകത്തോട്ട് ഇതൊന്ന് കുറുകി വരാൻ വേണ്ടി ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
നമുക്കിത് ഈ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാം വേണമെങ്കിൽ, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഇത് ചേർത്തില്ലെങ്കിലും നമ്മളിത് കുറുകി വരും. ഇപ്പം ഞാനിത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, പെട്ടെന്ന് കുറുകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണത്. അത് പതുക്കെ കുറുകിക്കോളും എന്തായാലും. ഇതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ ബാക്കി വെച്ചിരുന്ന ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് നമ്മുടെ പഞ്ചസാരയിൽ അതോട് ചേർത്തിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ ദാ ഈ ഒരു പരുവത്തിന് കിട്ടും. അത് ഇച്ചിരൂടെ അങ്ങ് കുറുകും. നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.